അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒഴിവുണ്ടായപ്പോൾ വെറുതെ ഒന്ന് ക്ലാസ് റൂമിൽ വന്നതാ. അപ്പോഴേക്ക് അമീർ വിളിക്കുകയും ചെയ്തു. കുറച്ചുനേരം ഇവിടെ ഇങ്ങനെ വേറൊരു പണിയെടുത്തിരിക്കുക. വിളിച്ചാ പിന്നെ വരാതിരിക്കലൊരു അതപേടാണല്ലോ വെച്ചിട്ടാ. എന്താണ് പറയാനൊന്നും എനിക്കറിയില്ല. ചെറുശ്ശേരി ഉസ്താദിന്റെ FB പേജിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. ഒരാൾക്കൊരു FB പേജ് ഉണ്ടാകുക എന്നുള്ളത് തെറ്റൊന്നുമല്ലല്ലോ. ഫേസ്ബുക്കിൽ ഒരാളൊരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല. ഇനിയിപ്പോ ചെറുശ്ശേരി ഉസ്താദിന് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് വെച്ചിട്ട് അതിൽ വല്ല അശ്ലീലങ്ങളുണ്ടോ എങ്കിൽ അത് മോശമാണ്. ചെറുശ്ശേരി ഉസ്താദിന്റെ FB പേജ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു FB പേജില് ചെറുശ്ശേരി ഉസ്താദിന്റെ ദർജയ്ക്ക് യോജിക്കാത്ത വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് മോശമാണ്. ഉസ്താദ് അറിഞ്ഞുകൊണ്ടായിരിക്കൂല അപ്പോ ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് ഒരാൾക്കൊരു FB പേജ് ഉണ്ടാകുക എന്നുള്ളത് ഈ കാലത്തൊരു തെറ്റൊന്നുമല്ല. അതുകൊണ്ട് ഫേസ്ബുക്കിൽ പേജ് ഓപ്പൺ ചെയ്തു എന്നത് ഉഖ്റവിയായ ആലിമാകണീന് എതിരൊന്നുമല്ല. പക്ഷെ അതിലിങ്ങനെ ലൈക്ക് ചോദിച്ചുകൊണ്ട് നടക്കലൊക്കെ മോശമാണ്. അതൊന്നും മുഖ്റവിയായ ആലിമീങ്ങൾക്ക് പറ്റിയതല്ല. ലൈക്കും ഷെയറും ഒക്കെ ചോദിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ശരിയല്ല. അതൊരു ഒരു തക്കബ്ബുറിന്റെ അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചത്തിന്റെ ഒക്കെ ഭാഗമാണല്ലോ. അല്ലാതെ ഇപ്പൊ ഈ മീഡിയ ഇത്ര വ്യാപകമായ കാലത്ത് ഫേസ്ബുക്കിൽ ഒരു പേജ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല. കേരളത്തിലല്ലാത്ത, കേരളത്തിന്റെ പുറത്ത് ഏതൊരു അറബി പണ്ഡിതനെ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിനുണ്ടാകും ഫേസ്ബുക്കിലൊക്കെ പേജ്. അതൊക്കെ ദഅവത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പണ്ഡിതന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കുക എന്നുള്ളത് എല്ലാവരും അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊന്നും ഒരു തെറ്റായിട്ട് കണക്കാക്കേണ്ട കാര്യമല്ല. ഇസ്ലാം ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിപ്പോ എന്താണ് പറയാന്ന് എനിക്കറിയില്ല. ഏതായാലും ബദരീങ്ങളെ കുറിച്ച് KNS എത്തിയിട്ടുണ്ട്. എന്താണ് ബദര് പാട്ട് പാടണത് ചോദിക്കുന്നുണ്ട് കുട്ടികള്. നാളെ ലേശം പാടിക്കൂടെ നിങ്ങൾക്ക്? 11 മണിക്കേ എവിടേക്കെങ്കിലും പോകണ്ടോ? നാളെ എവിടേക്കാ പോണു? ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ KNS ഉസ്താദിന് പുറത്തൊന്നും പോകാല്ലെങ്കിൽ മൂപ്പര് കുറച്ച് പാട്ട് പാടിത്തരുന്നതാണ് എന്ന് ഏറ്റിട്ടുണ്ട്. അതിന്റെ നിങ്ങളോട് കാര്യം പറയണ്ട. ഞാനിത് കുറച്ച് കഴിയട്ടെ. ഓർമ്മയില്ലല്ലോ. ബദരീങ്ങളായ ദിവസമാണല്ലോ. അപ്പൊ നാളെ ആണ് ബദർ യുദ്ധം നടന്ന ദിവസം. ഇന്നൊക്കെ ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൊണ്ട് പോയ ദിവസമാണ്. ഇല്ല, ഏതായിരുന്നാലും ബദരീങ്ങളെ സംബന്ധിച്ച് അവരുടെ പോരിഷ ഫളായില് ഹദീസുകളിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ബദർ എന്ന് പറഞ്ഞാൽ മറ്റു യുദ്ധങ്ങളെപ്പോലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
മദീനക്കാരുമായുള്ള പരിചയം എന്ന് പറയുന്നത് ഹിജ്റ പോകുന്നതിന്റെ മുമ്പ്, അതിന്റെ തൊട്ടു മുമ്പുള്ള 2 വർഷങ്ങളിൽ ഹജ്ജിന് വന്ന ഏതാനും സഹാബികളുമായി ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും മദീനയിൽ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ച് അവരെ അറിയിക്കുകയും അതിന് മറുപടിയായി നബിയെ നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാത്തരം സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് അവർ വാഗ്ദത്തം ചെയ്യുകയുമൊക്കെ ചെയ്തത് നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. പലപ്പോഴും ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് മദീനക്കാരുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധം അതാണ്. ഹിജ്റയ്ക്ക് ശേഷം 2ാമത്തെ കൊല്ലത്തിലാണ് ബദർ ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മദീനക്കാർക്ക് ആകെ 2 കൊല്ലേ നബിയെ പരിചയമുള്ളൂ എന്നർത്ഥം. ആ സന്ദർഭത്തിലാണ് ബദർ യുദ്ധം നടക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിൽ ഒരു യുദ്ധം ലക്ഷ്യമാക്കിയിട്ടല്ല ബദറിലേക്ക് പോകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടതുപോലെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘത്തെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. അഥവാ കച്ചവട സംഘത്തിന് എന്തിനാ പ്രതിരോധിക്കുന്നത്? ഓല് കച്ചവടം ചെയ്ത് ഓല കാശുണ്ടായിക്കോട്ടെ എന്ന് വിട്ടൂടെ? കച്ചവടം ചെയ്യാൻ പോണവരൊക്കെ തടയേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു സാധാരണ കച്ചവട സംഘമല്ല. സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം നമുക്കൊക്കെ അറിയാം. മക്കയിൽ നിന്ന് അവരുടെ യാതൊരു തരത്തിലുള്ള സ്വത്തും മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഖുറൈശികൾ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ ഞാന് നമ്മളെ ക്ലാസ് റൂം എന്ന നിലക്കൊരു രഹസ്യം പറയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹിന്ദു സഹോദരൻ മുസ്ലിം ആയാല് അയാളുടെ കുടുംബക്കാരൊക്കെ ഭയങ്കര RSSകാരുമാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അയാളെ ശാരീരികമായും മാനസികമായും ഒക്കെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. ഇനി അയാളുടെ നിലവിലുള്ള നാട്ടിൽ നിന്ന് മുസ്ലിം ഭൂരിപക്ഷമായ ഒരു പ്രദേശത്തേക്ക്, ഉദാഹരണത്തിന് അയാൾ തെക്ക് സ്റ്റേറ്റുകാരനായിരുന്നു, വലിയ RSS കുടുംബത്തിലുള്ള ആളാണ്, പക്ഷെ അല്ലാഹു തആല അയാൾക്ക് ഹിദായത്ത് കൊടുത്തു. അങ്ങനെ അയാൾ മുസ്ലിം ആയാൽ അയാളെ പീഡിപ്പിക്കുന്നതിന്റെ ഒക്കെ പുറമെ അയാൾ ഇനി മലപ്പുറത്തേക്ക് താമസം മാറുകയാണെന്ന് വെച്ചാൽ അയാളെ ഒരു സ്വത്തും കൊണ്ടുവരാൻ അയാളെ കുടുംബക്കാർ സമ്മതിക്കൂലല്ലോ. 5 കാശ് അയാൾക്ക് കൊടുക്കൂല. അയാളുടെ ബാങ്ക് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ അതുപോലും മരവിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുമല്ലോ. അത് അയാളോടുള്ള ശത്രുതയല്ല, ആ പ്രസ്ഥാനത്തോടുള്ള ശത്രുതയാണ്. അതുപോലെ ഞാൻ പറയണേക്കുണ്ട്, കുറെ ആൾക്കാർ ഇങ്ങനെ ഈ പൂവ് ഇടുന്നുണ്ട്, ഇത് ശരി തന്നെയല്ലേ? അത് ഈ പൂവ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് വരാൻ വല്ല പരിപാടി ഉണ്ടോ? എനിക്കത് അറിയില്ല. അപ്പൊ ഇങ്ങനെ ആളെ കളിയാക്കാൻ വേണ്ടി പിന്നെ കുറെ പൂവ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ മെയിലൊക്കെ ഉണ്ട്. അങ്ങനെ മെയിലൊക്കെ നമ്മൾ അയക്കുമ്പോ ഇപ്പൊ നാളത്തെ മെയിൽ വേണമെങ്കിൽ നാളെ ഞാൻ എന്റെ ഓഫീസിൽ പോകൂലെങ്കിൽ നാളെ എനിക്ക് റിപ്പോർട്ട് അയക്കാണ്ടെങ്കിൽ നാളത്തെ മെയിൽ എനിക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ടൈമും വെച്ചാൽ അതങ്ങനെ പെയ്ക്കോളും ആ സമയത്ത്. അതേപോലെ വല്ല പരിപാടി ഈ പിന്നെ മലപ്പുറം ബുക്ക് വിടുന്ന കാര്യത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലായിപ്പോ. പിന്നെ ഇടക്കൊക്കെ എന്തേലും ഒന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഈ പുഗും വിട്ടിരുന്നാൽ ഞാൻ വിചാരിക്കും നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ല. എന്നാ സമത് വയസ്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ പിന്നെ ബാക്കി ഇൻഷാല്ലാ നാളെ മറ്റോ പറയാ. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. ഇവിടെ ക്വിസ് പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനോ BC ആയാലും വേണ്ടില്ല AD ആയാലും വേണ്ടില്ല, നിങ്ങളെ പരിപാടി ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്.
ആയിക്കോട്ടെ, എന്നാ വേഗണ്ടാകട്ടെ, തീയിലേശം നന്നായി കത്തിച്ചോളി, അപ്പൊ വേഗം ആയിക്കോളും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കാര്യങ്ങൾ ഒന്ന് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ഒരു സഹാബിയെയും അദ്ദേഹത്തിന്റെ ഒരു സമ്പത്തും കൊണ്ടുപോകാൻ മക്കക്കാർ അനുവദിച്ചിട്ടില്ല. ആ സമ്പത്ത് മുഴുവനും അവിടെ പിടിച്ചു വച്ചിരിക്കുക. മാത്രല്ല പരസ്യമായിട്ട് പച്ചപ്പകല് പോരാൻ പോലും സമ്മതിച്ചിട്ടില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് പരസ്യമായിട്ട് ഹിജ്റ പോയ ആള്. അത് ഉമർ റളിയല്ലാഹു അൻഹു ആയതുകൊണ്ടാ. നാട്ടിക ഉസ്താദ് പണ്ട് പറഞ്ഞില്ലേ, എപിയും കൂട്ടരും സമസ്തക്കെതിരെ കേസ് കൊടുത്തു. കണ്ണിയത്ത് ഉസ്താദിനെ 1-ാം പ്രതിയും ശംസുൽ ഉലമയെ 2-ാം പ്രതിയുമായിട്ട് കേസ് കൊടുത്തു. വക്കീൽ നോട്ടീസ് വന്നു. ശംസുൽ ഉലമ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയില്ല, കണ്ണിയത്ത് ഉസ്താദ് കൈപ്പറ്റി. നാട്ടിക ഉസ്താദ് പറഞ്ഞു, അത് എന്തേന്ന് ചോദിച്ചാല് കൈപ്പറ്റാതിരുന്നത് ശംസുൽ ഉലമ ആയതുകൊണ്ടും കൈപ്പറ്റിയത് കണ്ണിയത്ത് ഉസ്താദ് ആയതുകൊണ്ടും എന്ന് പറഞ്ഞു. അതേപോലെ എന്തേ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പരസ്യമായിട്ട് ഹിജ്റ പോയത് ചോദിച്ചാൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആയതുകൊണ്ട് തന്നെ അതിന്റെ മറുപടി. ഉമർ റളിയല്ലാഹു അൻഹു മാത്രാണ് പകല് ഞാൻ പോകുകയാണ്, ധൈര്യമുള്ളവർ തടഞ്ഞോളി എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ അങ്ങനെ ആ മോമിനീങ്ങളായ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സമ്പത്ത് മുഴുവനും പിടിച്ചു വച്ചിട്ട് ആ സമ്പത്ത് കൊണ്ടാണ് അബൂ സുഫിയാൻ കച്ചവടത്തിന് പോണത്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അതാണ് ആ കച്ചവട സംഘത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ പോണത്. അല്ലാതെ വെറുതെ അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയപ്പോ നബി തടയല്ല. എനിക്കറിയില്ല. പിന്നെ അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ തടഞ്ഞുവെച്ച സ്വത്തുക്കൾ ശേഖരിച്ചുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്ന കച്ചവട സംഘം. അതിനെ തടയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയൊരു സംഘത്തെ അയച്ചു. പക്ഷേ അബൂ സുഫിയാൻ വളരെ തന്ത്രശാലിയായതുകൊണ്ട് ആ കാര്യമൊക്കെ നേരത്തെ മണത്തറിഞ്ഞു. അദ്ദേഹം യാത്രയുടെ റൂട്ട് തിരിച്ചുവിട്ടു. അദ്ദേഹം ഷാമിലെത്തി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. നമ്മളുടെ സ്വത്തുകൊണ്ട് കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി ആ മുതൽ ഇനി നമുക്കെതിരെ തിരിച്ചുവിടാൻ പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ അത് തടയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൂട്ടി അബൂ സുഫിയാന്റെ ഷാമിൽ നിന്ന് തിരിച്ചു വരുന്ന ആ സംഘത്തെ തടയാൻ പോണത്. നമ്മുടെ സ്വത്ത് തന്നെ ശേഖരിച്ച് അതുകൊണ്ട് കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി ആ മൂലധനവും ലാഭവും ഒക്കെ ഇനി മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ പോവുക. അതുകൊണ്ടത് തടഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വലിയ ക്ഷീണം വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കച്ചവട സംഘത്തെ തടയാൻ പോവുക. അപ്പൊ ഒരു കച്ചവട സംഘം സ്വാഭാവികമായിട്ടും അതിൽ യുദ്ധത്തിന്റെ കോപ്പുകളൊന്നും ഉണ്ടാവില്ല. അതിലുണ്ടാകുക കുറച്ച് കച്ചവടക്കാരും ഒട്ടകങ്ങളെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുന്ന കുറച്ച് കച്ചവടക്കാരാണ് അതിലുള്ളത്. അറബികൾ സാധാരണഗതിയിൽ കൊണ്ടു നടക്കുന്ന വാള് അത് അവരടുത്തുണ്ടാകും. വേറെ ഒരു യുദ്ധത്തിന് വേണ്ടിയൊന്നുമല്ലല്ലോ കച്ചവടക്കാർ പോണത്. അതുകൊണ്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകൾ കച്ചവടം കഴിഞ്ഞ് വലിയ സ്വത്തുമായി തിരിച്ചു പോകുന്നു. അവരെ പ്രതിരോധിക്കാൻ, അവരെ തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് ആളുകളെ കൂട്ടിപ്പോകുന്നു. ഇതാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബദറിലേക്കുള്ള യാത്ര.
ആ യാത്രയിൽ മുസ്ലിം പക്ഷത്ത് ആയുധം വളരെ കുറവാണ്, യുദ്ധസാമഗ്രികൾ തീരെയില്ല എന്ന് പറഞ്ഞാൽ അത് കളവാകില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂ സുഫിയാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരത്തെ പോലെ തന്നെ അബൂ സുഫിയാൻ കാര്യങ്ങൾ മണത്തറിഞ്ഞ് മക്കയിലേക്കുള്ള റൂട്ടും സാധാരണ റൂട്ടിൽ നിന്ന് തിരിച്ചുവിട്ടു. അബൂ സുഫിയാൻ മക്കയിലെത്തി. അബൂ സുഫിയാൻ മക്കയിലെത്തുന്നതിന്റെ മുമ്പേ മുഹമ്മദും കൂട്ടരും ഞങ്ങളെ തടയാൻ വരുന്നുണ്ട്, അതുകൊണ്ട് സഹായം വേണമെന്ന് പറഞ്ഞൊരാളെ അബൂ സുഫിയാൻ മക്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെന്ന് വിവരം പറഞ്ഞ ഉടനെ തന്നെ അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിനുള്ള കോപ്പുകളോടുകൂടി 1000-ഓളം വരുന്ന പ്രമുഖരായ ഖുറൈശികൾ മുഴുവനും അണിനിരന്ന ഒരു സൈന്യത്തെ അവർ തയ്യാർ ചെയ്യുക. പ്രമുഖരായ ഖുറൈശികൾ മുഴുവനും ആ യുദ്ധത്തിനുണ്ട്. മക്കയിലെ വില്ലാളി വീരന്മാരായ, മക്കയിലെ ചട്ടമ്പികളായ മുഴുവൻ ആളുകളും ബദർ യുദ്ധത്തിലേക്ക് പോരാൻ വേണ്ടി തയ്യാറാകുക. അബൂലഹബ് മാത്രമാണ് പോരാൻ പറ്റാത്ത ആൾ. മൂപ്പരെ പോരാൻ പറ്റാത്തതിന്റെ പേരിൽ ധൈര്യമില്ലാഞ്ഞിട്ടാണ് എന്നും ചിലയിടത്തൊക്കെ കാണാം. പകരം ഒരാളെ അദ്ദേഹത്തിന്റെ ചെലവിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ പ്രമുഖരായ ഖുറൈശി യോദ്ധാക്കൾ മുഴുവനും അണിനിരന്ന ഒരു യുദ്ധമാണ്, ഒരു സൈന്യമാണ് ഖുറൈശികൾ ഒരുക്കുന്നത്. അബൂ സുഫിയാൻ പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ഞങ്ങളുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയൊരു യുദ്ധത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. അബൂ സുഫിയാൻ ഒരു തന്ത്രശാലിയാണ്, അത്ര പെട്ടെന്ന് ചൂടാകുന്ന പരുവക്കാരനല്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞങ്ങളെ സംഘം മക്കയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയല്ലോ, ഇനിയിപ്പോ അങ്ങനെ പോകേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലും അബൂജഹൽ സമ്മതിച്ചില്ല. മുഹമ്മദ് അത്രക്കായോ, അവനെയും കൂട്ടരെയും വകവരുത്തിയിട്ടേ ഇനി ബാക്കി പരിപാടിയുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സത്യത്തിൽ അബൂജഹല് ബദറിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി, ഞാൻ ചരിത്രം പറയല്ല, ബദരീങ്ങൾ എന്തുകൊണ്ട് മഹാന്മാരാകുന്നു എന്ന് പറയാണ്. ഈ ആയിരക്കണക്കിന് വരുന്ന ഖുറൈശി പടയാളികൾ എല്ലാ കോപ്പും കൂട്ടി യുദ്ധത്തിന് വേണ്ട മുഴുവൻ സാമഗ്രികളോടുകൂടി എല്ലാ ആഡംബരങ്ങളോടും കൂടി ബദറിലേക്ക് അടുക്കാരായിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ കൂടെയുള്ള പാവപ്പെട്ട സഹാബത്തിനോട് യുദ്ധം വേണ്ടിവരും എന്നുള്ള ആവശ്യം പറയുന്നത്. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ യുദ്ധം വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം പോയത് യുദ്ധത്തിനല്ല, ചെറിയ ഒരു കച്ചവട സംഘത്തെ തടയാനാ. അപ്പൊ അതിനായിട്ടുള്ള ഒരുക്കൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ആ പോയ കൂട്ടത്തില് ആകെ ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരത്തെ മുതൽ അറിയുന്നവരായ മക്കക്കാരായ മുഹാജിറുകൾ 80-ൽ ചില്ലാൻ ആളുകൾ മാത്രം. ബാക്കി 200 ചില്ലാനും ആളുകളും മദീനക്കാരാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ബന്ധം ആകെ 2 കൊല്ലത്തെ പരിചയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പെട്ടെന്നൊരു യുദ്ധം വേണ്ടിവരും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശങ്കയുണ്ടായിട്ടുണ്ടാകണം. ഞാൻ എങ്ങനെ ഒരു പദ്ധതി ഇവരുടെ മുന്നിലേക്ക് വെച്ചാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ആശങ്കപ്പെട്ടു കാണണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുഹാജിറുകളോട് കാര്യം അവതരിപ്പിച്ചപ്പോ ഞങ്ങളൊക്കെ എന്തിനും തയ്യാറാണ്, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയാണ് ചെയ്തത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ അൻസാരികളിൽ നിന്നുള്ള അഭിപ്രായവും കൂടെ അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അൻസാരികളിൽ നിന്ന് അവരുടെ നേതാവ് എഴുന്നേറ്റ് പറയുന്നത്, നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണെങ്കിൽ അതുമായി സധൈര്യം മുന്നോട്ട് നീങ്ങിക്കോളൂ. അങ്ങ് എന്തു തന്നെ കൽപ്പിച്ചാലും അത് ശിരസ്സാ വഹിക്കാൻ ഞങ്ങളുടെ നിറഞ്ഞ മനസ്സോടുകൂടി തയ്യാറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കാം. ഇതാണ് സത്യത്തിൽ
ബദരീങ്ങളുടെ പ്രത്യേകത, അവരുടെ മഹത്വം, അവരുടെ ഫളായില്, അതിന്റെ തുടക്കം അവിടെയാ. ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോയ വിഭാഗം പെട്ടെന്ന് സർവായുധ വിഭൂഷിതരായ 1000-ഓളം വരുന്ന ഒരു സൈന്യത്തെ നിങ്ങൾ ഈ വെറും കൈയോടെ അങ്ങോട്ട് നേരിടണമെന്ന് പറഞ്ഞപ്പോ അവര് പറയാണ്, ഞങ്ങൾ റെഡിയാണ് നബിയെ, നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞങ്ങളത് 100% നടപ്പിൽ വരുത്താൻ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉറച്ചുണ്ടാകും, യാതൊരു പേടിയും നിങ്ങൾ പേടിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധൈര്യം പകർന്ന വിഭാഗമാണ് മഹാന്മാരായ മുഹാജിറുകളും അൻസാരികളും അടങ്ങുന്ന ആ ചെറിയ സംഘം. അതാണ് ബദരീങ്ങളുടെ മഹത്വത്തിന്റെ തുടക്കം എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലെത്തി ഒരുപാട് ദുആ ചെയ്തു. ഇടയ്ക്ക് ആ യുദ്ധം ബദറിന്റെ താഴ്വാരത്ത് കൂടെ ഇങ്ങനെ നടന്നിട്ട് സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു, ഇതാ ഇവിടെ അബൂജഹൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഇതാണ്. തങ്ങളുടെ കയ്യിലുള്ള ഒരു വടി ഇങ്ങനെ കുത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് അബൂജഹൽ കൊല്ലപ്പെടുക, ഇവിടെയാണ് ഉത്ബത്ത് കൊല്ലപ്പെടുക, ഇവിടെയാണ് ഷൈബത്ത് കൊല്ലപ്പെടുക എന്ന് ഇങ്ങനെ ഓരോരുത്തരും കൊല്ലപ്പെടുന്ന സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അത് സഹാബത്തിന് കൂടുതൽ ധൈര്യം കിട്ടാൻ കാരണമായി. സഹാബത്ത് ഇവിടെ കൂടുതൽ ധൈര്യം ശേഖരിക്കുന്ന സമയത്ത്, ധൈര്യം സംഭരിച്ച് കൂടുതൽ ജാഗരൂകരായി നബിയുടെ പിന്നാലെ എന്തിനും തയ്യാറായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോ മറുപക്ഷത്തുണ്ടായത് എന്താണെന്നറിയുങ്ങൾ? മറുപക്ഷത്ത് സംഭവിച്ചത്, അവരൊരാളെ മുസ്ലിങ്ങളുടെ നീക്കം എന്താണെന്നറിയാൻ അവരുടെ ടെന്റുകളുടെ അടുത്തുകൂടെ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞ് ഖുറൈശികൾ ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു. അയാൾ ചെന്ന് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ അവിടെ കാണുന്നത് പാവങ്ങളായ കുറച്ച് ആളുകളെയാണ്, പക്ഷേ അവരുടെ മുന്നിൽ ഞാൻ മരണത്തെ കാണുന്നു, അവരുടെ മുന്നിൽ ഞാൻ മരണത്തെ കാണുന്നു. നിങ്ങളിൽ ഒരാൾക്ക് അവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ ഒരാളെ കൊന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നാണ് ഖുറൈശികളുടെ പ്രതിനിധി മുസ്ലിങ്ങളുടെ സംഘത്തിന്റെ ടെന്റ് പരിശോധിച്ച് ചെന്നു കൊടുക്കുന്ന വിവരം. സ്വാഭാവികമായിട്ടും അത് അവരുടെ സൈന്യത്തിനിടയിൽ അങ്കലാപ്പുണ്ടാക്കി. അവിടെ അടുത്തൊന്നുമില്ല, അതൊക്കെ തിന്നാൻ പോലും ഇല്ലാത്ത സാധുക്കളാണ്, ഓരൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് പരാജയപ്പെടുത്താം എന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ ആത്മധൈര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അയാള് വന്ന് കണ്ടു പറഞ്ഞത്, അവിടെ സംഭവിച്ചത് അയാളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പേടി ഇട്ടുകൊടുത്തതാ. സ്വഹാബത്തിന്റെ ആ ധീരമായ നിലപാട് കണ്ടിട്ട്, അവരുടെ മുന്നിലുള്ള ഈമാൻ തുടിക്കുന്ന അവരുടെ കണ്ണുകൾ കണ്ടപ്പോ നിരീക്ഷിക്കാൻ വന്ന അയാൾക്ക് തോന്നി, ഇവരോട് ഒരു നടക്ക് കഴിച്ചിലാകണ കോലല്ല. അതുകൊണ്ട് അയാൾ ചെന്നിട്ട് പറഞ്ഞു, മദീനക്കാരായ ഓരോരുത്തരുടെയും മുന്നിൽ ഞാൻ മരണത്തെ കാണുന്നു, അവരെ ഒരാളെ നിങ്ങൾക്ക് കൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാളെ അവർ കൊന്നതിന് ശേഷമല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്റെ അനുയായികളോട്, തന്റെ യുദ്ധനിരയോട് വന്ന് കാര്യം പറയുമ്പോ സ്വാഭാവികമായിട്ടും അവർക്കൊരു പേടിണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല പേടി ഇട്ടുകൊടുത്തു. അങ്ങനെയാണ് ബദരീങ്ങൾ യുദ്ധത്തിന് ആരംഭം കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ നേരം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ലം തുഅബദ് ഫിൽ അർളി, അല്ലാഹുവേ ഈ ചെറു സംഘത്തെ നീ സഹായിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഇന്നത്തേതിന് ശേഷം നിന്നെ ആരാധിക്കാൻ ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല റബ്ബേ. അതുകൊണ്ട് നിന്റെ ആരാധന ഇവിടെ നിലനിൽക്കാൻ നീ ഈ ചെറു സംഘത്തെ സഹായിക്കണേ അല്ലാഹുവേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പരിസരബോധമില്ലാതെ ദുആ ചെയ്തു എന്നാണ്. പരിസരബോധമില്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തട്ടം ആ ദുആ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തട്ടം താഴെ വീണത് നബി അറിഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അൻഹും ഒക്കെ ആ തട്ടം എടുത്ത് നബിയുടെ തലയിൽ ഇട്ടുകൊടുക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. തങ്ങൾ ദുആയിൽ ലയിച്ചു പോയിരിക്കുകയാണ്. അങ്ങനെ ആത്മാർത്ഥമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പരിസരത്തുള്ള കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാതെ എവിടെയാണ് ആ ദുആ ചെയ്യുന്നത് എന്നുകൂടെ നമ്മൾ ഓർക്കണം. സൈന്യം അപ്പുറത്തിങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കുന്നത് എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും ടെന്റിന്റെ അടുത്തേക്ക് വല്ല ശത്രുവും വരുന്നുണ്ടോ എന്നുള്ള പേടിയിലൊന്നുമല്ല. അവിടെ സംഭവിക്കുന്നതൊന്നും അറിയാത്ത രൂപത്തിൽ മനസ്സ് അല്ലാഹുവിലേക്ക് 100% സമർപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കുകയാണ്. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കേണ്ട രൂപത്തിൽ കേട്ട് സ്വീകരിച്ചു ഉത്തരം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തബ്ശീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ അണികളുടെ ഇടയിലേക്ക് ഞാൻ എന്റെ മലക്കുകളെ പറഞ്ഞയക്കുന്നു എന്നുള്ള അല്ലാഹുവിന്റെ സന്ദേശം തബ്ശീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, അല്ലാഹുവിന്റെ മലായികത്ത് നമ്മുടെ കൂടെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചരിത്രം പറയുന്നില്ല, യുദ്ധം എങ്ങനെ നടന്നു എന്നൊന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും പറഞ്ഞതും പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ബഹുമാനപ്പെട്ട സമദ് ഫൈസി എത്തിയിട്ടുണ്ടെങ്കിൽ പറയണട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ സമയം ബഹുമാനപ്പെട്ടവർ വരാൻ വേണ്ടിയിട്ട് തികക്കാണ്. അതുകൊണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ മൈക്കിലുണ്ട് എന്നതുകൊണ്ട് വരാതിരിക്കരുത്. അമീർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. സമദ് ഫൈസിനെ വിളിച്ചോണ്ടിര്. അത്താഴൊപ്പളോ? ആയിക്കോട്ടെ. ഒമാനിലൊക്കെ അങ്ങനെ ഇരിക്കും. 12:30. ഒമാനിലിപ്പോ എത്രയാണ്? 13:30. ഏതായിരുന്നാലും നമ്മൾ ഇനി ഹദീസുകളിലേക്ക് പോകാൻ നമുക്ക്. അതെ, എന്നെ 13:30 പറഞ്ഞത്. ഹദീസുകളിലേക്ക് പോയാൽ നമുക്ക് മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം മറ്റൊന്നുമല്ല, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ സംഭവമാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാനന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു, ഖന്തക്ക് കഴിഞ്ഞു, ഖൈബർ കഴിഞ്ഞു, കാലം കുറെ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക ഫത്ഹിന് വേണ്ടി പുറപ്പെടുകയാണ്. മക്ക ഫത്ഹിന് വേണ്ടി പുറപ്പെടുക. ആ പുറപ്പെടുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ആരോടും അത് പറഞ്ഞിട്ടില്ല. സഹാബത്തിൽ പ്രമുഖരായ ചില ആളുകൾക്കൊക്കെ വിവരം കൊടുത്തു എന്നല്ലാതെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അറിയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉദ്ദേശ്യം പക്ഷേ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്നുള്ള ഈ സഹാബി മക്കക്കാരായ ഖുറൈശികൾക്ക് വിവരം നൽകി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചാരപ്പണി മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബി നടത്തി. ചാരപ്പണി നടത്തിയാൽ പിന്നെ വധശിക്ഷയാണ് അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ. എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും ഉള്ളത് അത് തന്നെയാണ്. ചാരപ്പണിക്ക് മാപ്പില്ല. മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ മക്കയിൽ നിന്ന് വന്ന ഒരു പെണ്ണിന്റെ അടുക്കൽ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. മുഹമ്മദ് നബിയും കൂട്ടരും വലിയ ഒരു സൈന്യത്തെയും തയ്യാറാക്കിക്കൊണ്ട് മക്കയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ് ആ കത്തിന്റെ രത്നചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. നിങ്ങളുടെ പോക്കിന്റെ ഉദ്ദേശ്യം മക്കക്കാരെ അറിയിച്ചിട്ടുണ്ട്. അറിയിക്കാൻ വേണ്ടി ഒരു കത്ത്
നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അത് ഇന്നാലിന്ന ഒരു പെണ്ണിന്റെ വഴിയായിട്ടാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിൽ ചിലരെ വിളിച്ച്, അലി റളിയല്ലാഹു അൻഹുടക്കമുള്ള ചില ആളുകളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണിന്റെ അടുക്കൽ നമ്മൾ മക്കയിലേക്ക് പുറപ്പെടുന്നതിന്റെ വിവരം ഖുറൈശികളെ അറിയിക്കാനുള്ള ഒരു കത്ത് പോയിട്ടുണ്ട്. ആ പെണ്ണിപ്പോ യാത്ര മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവൾ ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവളെ പിടികൂടിയിട്ട് ആ കത്ത് നിങ്ങൾ തിരിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബികളെ പറഞ്ഞയക്കുന്നു. സഹാബികൾ ആ പെണ്ണിന്റെ അടുത്ത് പോയി വിചാരണ ചെയ്യുന്നു. അവള് നിഷേധിക്കുന്നു. ഞങ്ങൾ നിന്നെ പരിശോധിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നിവൃത്തിയില്ലാതെ അവസാനം അവൾ അവളുടെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്ത് എടുത്തു കൊടുക്കുകയാണ്. ഈ സംഭവം ഉണ്ടായി. കത്ത് കിട്ടി. കത്ത് എഴുതിയത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയാണ് എന്ന് മനസ്സിലായി. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബിനോട് ചോദിച്ചു, മാ ഹമലക യാ ഹാത്തിബ്, ഹാത്തിബ് ഇങ്ങനെ ഒരു കൊടും പാതകം ചെയ്യാൻ നിങ്ങളെ എന്തു കാര്യമാണ് പ്രേരിപ്പിച്ചത്? എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ പറഞ്ഞത്, യാ റസൂലല്ലാഹ് ലാ തഅജൽ, ഇന്നി കുൻതു ഇംറഅൻ മുൽസിഖൻ ഫീ ഖുറൈശ് വലം അകും മിൻ അൻഫസിഹാ وكان من معك من المهاجرين لهم قرابات بمكة يحمون بها أهليهم وأموالهم فأحببت إذ فاتني ذلك من النسب فيهم أن أتخذ عندهم يدا يحمون بها قرابتي وما فعلت كفرا ولا ارتدادا ولا رضا بالكفر بعد الإسلام. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ കാര്യത്തിൽ അങ്ങ് ധൃതി കാണിക്കരുതേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ അങ്ങ് മനസ്സുവെക്കണം. ഞാൻ ഇത് ചെയ്യാൻ കാരണം മക്കയിൽ എന്റെ കുടുംബക്കാര് കുറെ താമസിക്കുന്നുണ്ട്. എന്റെ സ്വത്തും സമ്പാദ്യവും കുറെ അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങയുടെ നീക്കത്തെക്കുറിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയാൽ അത് എന്നോട് അവർക്കൊരു മനസ്സലിവുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം. അതല്ലാതെ ഞാൻ ഖുറൈശികളുടെ പക്ഷം ചേരുകയോ കുഫറിനെ ഞാൻ ഇഷ്ടപ്പെടുകയോ ഇസ്ലാമിനോട് എനിക്ക് വെറുപ്പുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല റസൂലേ. ഞാൻ എന്റെ സമ്പത്തും എന്റെ കുടുംബവും ഖുറൈശികളുടെ കൂട്ടത്തിലുള്ളത്. അവരെ ഒന്ന് കാക്കാൻ വേണ്ടി, എന്റെ മുതലും എന്റെ കുടുംബത്തെയൊക്കെ സംരക്ഷിക്കാൻ, അവർക്കൊരു പ്രേരകമാകാൻ വേണ്ടി ഞാനൊരു പണി ചെയ്തുവെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇസ്ലാമിനെ വെറുക്കുകയോ കുഫറിനെ സ്നേഹിക്കുകയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് സദഖക്കും. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ പറഞ്ഞത് സത്യാണ്. പിന്നീട് സ്വഹാബത്തിൽപ്പെട്ട മഹാന്മാരായ പലരും അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ് ദാനി അദ്രിബു ഉനഖ ഹാദൽ മുനാഫിഖി, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ഒന്ന് അനുവദിക്കൂ, ഞാൻ ഈ മുനാഫിക്കിന്റെ തല വെട്ടട്ടെ. അമ്മാതിരി കൊടും പാതകല്ലേ അവൻ ചെയ്തത് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നഹു ഖദ് ഷഹിദ ബദ്റൻ വമാ യുദ്രീക ലഅല്ലല്ലാഹ അൻ യകൂന ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദ്രിൻ ഫഖാല യഅമലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. ഉമറേ, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബദറിൽ പങ്കെടുത്ത മഹാനായ സഹാബിയാണ് ഹാത്തിബ്. നിങ്ങൾക്കറിയാമോ, ബദറിൽ പങ്കെടുത്ത സഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ ഇന്നു മുതൽ
എന്തു തന്നെ ചെയ്താലും ഞാനത് പ്രശ്നമാക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്, അദ്ദേഹത്തിന്റെ തലയെടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ബദരീങ്ങൾക്ക് റസൂലുള്ള കൊടുത്ത സ്ഥാനാണത്. ഇനി അതേ കാര്യത്തിൽ തന്നെ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്നവരുടെ അടിമ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ഹാത്തിബൻ ലയദ്ഖുലന്ന ജഹന്നമ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ യജമാനനായ ഹാത്തിബ് ജഹന്നം എന്ന നരകത്തിൽ കടക്കും, ഉറപ്പാണ് റസൂലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദബ്ത, നീ ആ പറഞ്ഞത് ശരിയല്ല മോനെ, നീ ആ പറഞ്ഞത് കളവാണ്. കാരണം അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ടയാളാ. ബദരീങ്ങളിൽപ്പെട്ടയാളുടെ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബ് എന്നവരുടെ അടിമ ഹാത്തിബിനെതിരായി നബിയോട് അടുക്കൽ വന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. ഇന്നല്ലാഹ തആല ഇത്തലാ അലാ അഹ്ലി ബദരിൻ ഫഖാല ഫഗഫർതു ലക്കും. നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, ഇന്നതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വൽ മുറാദു മിൻഹു ഹുനാ അൽ ഇസ്തിദ്ലാലു അലാ ഫളി അഹ്ലി ബദരിൻ ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദ്കൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പറയപ്പെട്ട വാക്കുകൊണ്ട് ബദരീങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് ഇവിടെ സ്ഥിരീകരിക്കുകയാണ്. ബദരീങ്ങളുടെ സ്ഥാനത്തിന്റെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറയാം. അപ്പോ ബദരീങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ ഹദീസിന്റെ കിതാബിലൊക്കെ നമ്മളിങ്ങനെ പല ഹദീസും വായിക്കുമ്പോ ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി വന്നാല് അവിടെ ഉടനെ കാണാം ലഖദ് ഷഹിദ ബദർ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണമില്ല. ബദറിൽ പങ്കെടുത്ത ആളാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ സഹാബി ആ റാവിയെ കുറിച്ച് പിന്നെ അന്വേഷണമില്ല. അത്രക്ക് മഹത്വം അത്രക്ക് സ്ഥാനവും ബദരീങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദർ യുദ്ധം നടന്നിട്ട് 7 കൊല്ലം മക്കയിൽ മദീനയിൽ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഒരു ബദരീങ്ങളെ ആണ്ടും റസൂലുള്ള കഴിച്ചിട്ടില്ല. റസൂലുള്ള ദിവസം ആണ്ട് കഴിച്ചിരുന്ന സംഭവം ഈ പറഞ്ഞത്. എന്തപ്പോ ഈ ആണ്ട് കഴിക്കണോണ്ട് ചെയ്യണത്? അവരുടെ മദ്ഹ് പറയാ, അതാണ് അതിൽ പ്രധാനപ്പെട്ട ഇനം. ബദരീങ്ങളെ പേരിൽ മൗലൂദ് ഓതുക എന്ന് പറഞ്ഞാൽ ഈ മൗലൂദ് എന്ന് കേൾക്കുമ്പോഴേക്കേ ഒരു വിഭാഗത്തിന് ഒരു അലർജിയാ. ശൈത്താന് കുന്തിരിക്കം പോയിപ്പിച്ച മാതിരിയാ. മൗലൂദ് എന്ന് കേട്ടാൽ വലിയ അലർജിയാണ്. കുന്തിരിക്കം കണ്ട ശൈത്താന്റെ മാതിരിന്റെ ഇളകാൻ തുടങ്ങും. എന്താണ് മൗലിദ് എന്ന് മനസ്സിലാകണ്ടേ? മൗലിദ് എന്നതിലുള്ള അവരുടെ മഹത്വം അവരുടെ മദ്ഹൊക്കെ പറയല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ മദ്ഹല്ലേ പറഞ്ഞത്. ഇത്ര വലിയ ഒരു അപരാധം ചെയ്ത ഒരു മഹാനായ സഹാബിയുടെ മഹത്വമല്ലേ റസൂലുള്ള പറഞ്ഞത്. അത്ര വലിയ അപരാധം ചെയ്തിട്ടും ലഖദ് ഷഹിദ ബദ്റൻ, അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, അങ്ങനെ പറഞ്ഞു പോകരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദരീങ്ങൾ എന്ന് മഹത്വവൽക്കരിച്ച് പറഞ്ഞത്. അതല്ലേ നമുക്ക് തെളിവ്? റസൂലുള്ളാഹിയുടെ മഹത്വം പറഞ്ഞതല്ലേ, അതന്നെയല്ലേ നമ്മൾ മൗലിദിൽ ഓതുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടക്കിടക്ക് അവരുടെ മഹത്വങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ റിലീസ് ചെയ്യാണ്. അല്ലെങ്കിൽ മൂപ്പർ ഇന്നലത്തെ മാതിരി ഇന്ന് ക്യാൻസലായി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആരെങ്കിലും മൈക്കിലേക്ക് വരണം,
നാളെ സാധിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട KNS മൗലവി കുറച്ചുനേരം ബദർ പടപ്പാട്ട് അവതരിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഒരു നാട്ടിലെ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യാർത്ഥം വന്നതാണല്ലോ. അപ്പൊ ഏതെങ്കിലും വല്ല ആളുകളെയൊക്കെ കാണാൻ പോകാൻ അവസരം കിട്ടിയാൽ അദ്ദേഹം പോകും, ഇല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതാണ്. അത് ഇവിടുത്തെ ഒരു കുവൈത്തിലെ സൗദി ഒരു 11 മണിക്ക് ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു തടസ്സം ഉണ്ടായിട്ടില്ലെങ്കിൽ വല്ലവരെയും കാണാൻ വേണ്ടി പോകേണ്ടി വന്നാൽ അദ്ദേഹം പോവുകയും ചെയ്യും. കാരണം അദ്ദേഹം ഇപ്പൊ ഇവിടെ ബദർ പാടാൻ വന്നല്ലോ, അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കളക്ഷന് വേണ്ടി വന്നതാ. അതുകൊണ്ട് ആ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുകയാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായി ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുമ്പോൾ ഈ വിനീതനായ എന്നെയുമൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടെ ഈ നല്ല രാവിൽ നല്ല സമയത്ത് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.